പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട 21ാമത് റാന്നി കൺവെൻഷനിൽ നമുക്കൊന്നിച്ച് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. വിശേഷാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഈ മീറ്റിങ്ങിലെ സമർപ്പിച്ച ദൈവസനെ പ്രാർത്ഥിച്ച നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ അപ്പച്ചൻ പാസ്റ്റർ, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന ന്യൂ ഇന്ത്യ ദൈവസഭ റാന്നി സെക്ഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കർത്താവ് എളിയവനായ എനിക്കും ഒരുക്കി തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. ന്യൂ ഇന്ത്യ ദൈവസഭ കുവൈറ്റിൽ നിന്ന്, കുവൈറ്റ് ദൈവസഭയുടെ ഉത്തരവാദിത്തം ഞാനായിരിക്കുമ്പോൾ തന്നെ കുവൈറ്റിലുള്ള ന്യൂ ഇന്ത്യ ദൈവസഭകളുടെ സ്നേഹവന്ദനം എല്ലാവരെയും ഈ രാത്രികാലം അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്പസമയം നാം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ദാസൻ ഈ മീറ്റിങ്ങുകളെക്കുറിച്ച് അല്പമായി സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസൻ അറിയിച്ചൊരു കാര്യം, ചില ജീവിതങ്ങളിലൂടെ കർത്താവിലേക്ക് കടന്നു വരണം, ചിലരുടെ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കണം. അതിലുപരിയായി ഈ ദേശം റാന്നിയുടെ മണ്ണിൽ നിന്ന് ഒരു ഉണർവ് പൊട്ടി പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ ആഗ്രഹത്തോടു കൂടിയാണ് ദൈവപാദപീഠങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നിറയ്ക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമുക്ക് ആഴത്തിൽ വിശ്വസിക്കാം. പ്രാരംഭമായി നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ, 4-ഉം 5-ഉം വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യങ്ങളും ഒരാൾ വായിച്ച് സഹായിച്ചാട്ടെ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട് പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവുകൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. 8-ാമത്തെ വാക്യം കൂടെ. ഒരു 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി ആഴത്തിൽ യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ? ഈ യെരൂശലേം വിട്ട് പോകാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 1-ാമത്തെ ദിവസം 21ാമത് റാന്നി കൺവെൻഷനിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ മക്കളെ, ഒരു ഉറപ്പോട് വേണം ഈ രാത്രിയിൽ ദൈവപാദപീഠത്തിലായിരിക്കുവാൻ. കർത്താവേ, ഒരു ശക്തി ലഭിച്ച് മാത്രമേ ഈ കൺവെൻഷന് ശേഷം നീ എന്നെ മടക്കി അയക്കാവുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം സുവിശേഷങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് ഇത്ര ഊന്നൽ കൊടുത്ത് പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ പോയാൽ ഞാൻ എന്തു ചെയ്യും? ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. എന്തിനു വേണ്ടിയാണ്? ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നത് പോലെ നിങ്ങളുടെ കൂടെ ഇരുന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി നിങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ ഞാൻ തരും. ആ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വീണ്ടും കർത്താവ് പറഞ്ഞു, ഈ ആത്മശക്തി നമ്മുടെ മേൽ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ലോകത്ത് മുന്നേറുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിലുടനീളം ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്ന്
നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശു കർത്താവിന് പരിശുദ്ധാത്മാവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര അധികമായി ഈ ആത്മസാന്നിധ്യം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വാസത്തിലേക്ക് ഏകനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നമ്മുടെ തോമസ് എബ്രഹാം, കുഞ്ഞുച്ചായ എന്ന് വിളിക്കുന്ന എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന ആ സമയങ്ങളിൽ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു ആത്മതലം ഉണ്ടായിരുന്നു. സ്തോത്രം. പിന്നീട് സൗദിയുടെ പ്രദേശങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവിടെയും ഈ ആത്മശക്തിയുടെ ആ ഒരു അനുഭവം കാണുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീർന്നു. സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഈ ഒരു ജനറേഷനിൽ നമ്മളായിരിക്കുമ്പോൾ അന്യഭാഷ വേണ്ടാത്ത, ആത്മശക്തി വേണ്ടാത്ത, സ്തോത്രം, അധികം ഇളക്കപ്പെരുപ്പങ്ങളൊന്നും വേണ്ടാത്ത, സ്തോത്രം, മതിമറന്നാരാധിക്കാണ്ടാത്ത, സ്തോത്രം, ഇൻസ്ട്രുമെൻറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന, പ്രൈസ് ദി ലോർഡ്, ആ നിലകളിൽ ഒരു ആരാധനയിലേക്ക് ഒരു ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവപാദപീഠത്തിലിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഈ ജനറേഷനെ മടക്കിക്കൊണ്ട് വരുവാൻ ഒന്നിന് മാത്രമേ കഴിയത്തുള്ളൂ, അത് ആത്മശക്തിക്കാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം പഴയ കാലങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അനുഗ്രഹങ്ങളിലേക്ക് ചുവട് വയ്ക്കപ്പെട്ട ഒരു തലം നമ്മുടെ ആത്മീയ ഗോളത്ത് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനും ഇപ്പോൾ ഒരു പരിഹാരം ഈ ലോകത്തു തന്നെ കണ്ടെത്താവുന്ന നിലകളിലേക്ക് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സൈഡ് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്നും, ഹല്ലേലൂയ, ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ഒരുത്തനല്ല ശേഷിച്ചിരിക്കുന്നത്, ഞാൻ മറ്റ് ചിലതിനെ കൂടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിന് നമ്മളോട് പറയുവാനൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. എവിടെയോ ചില ശേഷിപ്പുകളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കാട് കത്തുവാൻ സ്തോത്രം, ഒത്തിരി തീയുടെ ആവശ്യമില്ല. ഒരു കാട് കത്തുവാൻ ഒരു കനൽ തീ എവിടെയെങ്കിലും ശേഷിച്ചാൽ ഒരു കാട് കത്തി പടരുമെങ്കിൽ ഈ ഒന്നാമത്തെ ദിവസത്തിന്റെ ആരംഭത്തിൽ ഈ ആലയത്തിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ആ കനൽ തിരിയായി ഞാൻ മാറ്റപ്പെടുവാൻ തക്കവണ്ണം, ആ കനത്തിരിയായി എൻ്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വീഴുവാൻ തക്കവണ്ണം, ഈ കാലഘട്ടത്തിന്റെ ഒരു കനത്തിരിയായി ഞാൻ മാറുവാൻ തക്കവണ്ണം എന്നെ ഏൽപ്പിച്ചു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഈ ആരാധനകൾ കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പായി അഭിഷിക്തന്മാരെ, അഭിഷിക്തകളെ കർത്താവ് ഈ കാലഘട്ടത്തിലേക്ക് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അത്ര അത്യാവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പെട്ടെന്ന് പറഞ്ഞുവിടാം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-37 വാക്യങ്ങളിൽ നാം കാണുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രജ നിന്നിൽ ഉരുവാകും. ദൈവത്തിന് സ്തോത്രം. 37-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ഒന്നാമത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാൻ ഒരു കാര്യമുണ്ട്. ഒരിക്കലും ലോകത്തിൻ്റെ ചിന്താഗതിയിൽ സംഭവിക്കുവാൻ കഴിയാത്തത്, ലോകത്തിൻ്റെ കാൽക്കുലേഷനിൽ ഒരിക്കലും സംഭവിക്കുവാൻ കഴിയാത്തത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവീയമായി തീർന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രിയിലും അതേ പരിശുദ്ധാത്മാവ്, മറിയയുടെ ഉദരത്തിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രിയിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുവാൻ തക്കവണ്ണം, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ തക്കവണ്ണം, നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, നമ്മളെ ഒരു സാക്ഷിയാക്കി മാറ്റുവാൻ തക്കവണ്ണം, നമ്മളെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ദൈവജനം ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കാട്ടെ.
തുടങ്ങിയാട്ട്, നാവുകൾ ഈ രാത്രി ചലിച്ചു തുടങ്ങിയാട്ട്. നാം ഇരിക്കുന്നത് ഒരു പെന്തക്കോസ്തിന്റെ കൺവെൻഷനിലാണ്. ഇന്ന് രാത്രി നാവുകൾ ചലിക്കട്ടെ. അഭിഷിക്തന്മാരുടെ നാവുകൾ, അഭിഷിക്തരുടെ നാവുകൾ, ദൈവജനത്തിന്റെ നാവുകൾ ചലിക്കട്ടെ. അണയാത്തി അഗ്നിയായി പടർന്നു കത്തുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ പകരപ്പെടുന്ന ആത്മശക്തിയുടെ ഒരു പകർച്ച ഈ ആരംഭ സെക്ഷനിൽ തന്നെ ജനത്തിന്റെ മേൽ ഇറങ്ങേണ്ടതിനായി ഈ രാത്രികാലം പ്രതികരിച്ചു തുടങ്ങിക്കാട്ടെ. നിന്റെ അസാധ്യതകൾ ദൈവത്തിന്റെ സാധ്യതകളായി മാറുമ്പോൾ ആമീൻ പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ ഇറങ്ങും. ഇന്ന് രാത്രി അസാധ്യതകളെ നോക്കിക്കൊണ്ട് ആമീൻ നാം നോക്കിയിരിക്കുവാനല്ല, ദൈവത്തിന്റെ സാധ്യതകളേക്ക് നോക്കുവാൻ, ദൈവത്തിന്റെ പ്രവർത്തികളിലേക്ക് നോക്കുവാൻ. Hallelujah. Praise the Lord. Hallelujah. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ശക്തിയെ അടക്കി നടക്കുന്ന ഒരു കൂട്ടമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉള്ളതിനെ ആമീൻ അതിനെ ഊതിക്കത്തിക്കുവാൻ കഴിയാതെ തണുത്ത അനുഭവത്തിൽ നടക്കുന്ന ഒരനുഭവം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ചിലതിനെയൊക്കെ ദൈവാത്മാവ് ഈ കൂട്ടായ്മയിൽ, ഈ കൺവെൻഷനിൽ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സ്പെസിഫിക്കായിട്ട് ദൈവാത്മാവിനോട് സംസാരിച്ചു. കർമ്മേലിൻ്റെ മുകളിൽ ദൈവത്തിന് വേണ്ടി അത്ഭുതം ചെയ്ത ഏലിയാവ് ഇസബേലിൻ്റെ ഒറ്റ വാക്കിന് മുമ്പിൽ തളർന്നു, അടിയറവ് പറഞ്ഞു, എല്ലാം മാറ്റിവെച്ചു. അവസാനിപ്പിച്ച് മരണം കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് അവനെ തട്ടി ഉണർത്തി അവനോട് പറഞ്ഞു, ഏലിയാവേ, തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഞാൻ തുടങ്ങാൻ വേണ്ടി പോകുകയാണ്. ഓ റബാന ഹസിയാന്തന റബൽ ഖമന ഘടകസിയ. വാക്കുകളിൽ മുമ്പിൽ തളർന്നു കിടക്കുന്ന അഭിഷിക്തന്മാരെ, അഭിഷിക്തകളെ, ദൈവമക്കളെ, ഇന്ന് രാത്രി കർത്താവിനൊന്ന് പറയുവാനുണ്ട്. ഈ കൺവെൻഷൻ നമ്മളെ ഉണർത്തുന്ന കൺവെൻഷനാണ്. ഈ കൺവെൻഷൻ റാന്നിയിലുള്ള ദൈവസഭകൾ ഉണർത്തപ്പെടാൻ പോകുകയാണ്. ഈ കൺവെൻഷൻ റാന്നിയിലുള്ള ദൈവജനം ഉണർത്തപ്പെടാൻ പോകുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് പേടിക്കുന്ന ചില പ്രാർത്ഥന വീരന്മാർ എഴുന്നേൽക്കാൻ പോകുന്ന കൺവെൻഷനാണ് ഈ കൺവെൻഷൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. റാന്നിയുടെ മേഖലകളെ ചലിപ്പിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ കാണുന്നു ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിങ്കൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ ആമേൻ സ്വർഗത്തിൽ നിന്ന് അവനെ സ്ഥിരീകരിക്കുന്ന ഒരു ശബ്ദമുണ്ടായി. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വചനം എഴുതി വച്ചിരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. നല്ലൊരു കാലഘട്ടത്തിൽ പെന്തിക്കോസുകാരെ തിരിച്ചറിയാമായിരുന്നു. കാരണം ഒട്ടുമിക്ക ആൾക്കാരും വെള്ളമായിരുന്നു. വെള്ള ഡ്രസ്സായിരുന്നു ധരിക്കുന്നത്. ഇന്ന് പെന്തിക്കോസുകാരെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പലയിടത്തും പലരും അവരെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് എന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന
ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നാം വെളിപ്പെട്ടാൽ മാത്രമേ ദേശം നമ്മളെ തിരിച്ചറിയത്തുള്ളൂ. നാം വെളിപ്പെട്ടാൽ മാത്രമേ കുടുംബം നമ്മളെ തിരിച്ചറിയത്തുള്ളൂ. നാം വെളിപ്പെട്ടാൽ മാത്രമേ നമ്മൾ നിൽക്കുന്ന സ്ഥാനം നമ്മളെ തിരിച്ചറിയത്തുള്ളൂ. ഇനി അതിലുപരിയായി ഒരു വാക്കൂടെ കടന്ന് ഞാൻ പറയാം. നാം വെളിപ്പെട്ടാൽ മാത്രമേ പൈശാചിക മണ്ഡലം നമ്മളെ തിരിച്ചറിയത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ദൈവകൃപ ലഭിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ തയ്യാറാകുന്നവരുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യത്തില്ല? ഒരു കാലത്തും വാ തുറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ചു, ചെങ്കടലിന് മുമ്പിൽ നിന്നുകൊണ്ട്. മോശയോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, നീ എന്തിനാ നിലവിളിക്കുന്നേ? നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നേ? ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള അധികാരം ഞാൻ നിന്റെ മേൽ കൈമാറിക്കഴിഞ്ഞു. നീ ചെയ്യേണ്ടത് എന്താണ്? നീ ആ വടിയെടുക്കുക, നീ പ്രാർത്ഥിക്കുക, നീ കൽപ്പിക്കുക, നീ അത് മാത്രം ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളിൽ പലരും സ്തോത്രം ഇതെല്ലാം ഒതുക്കി വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ രാത്രിയിൽ നാം വെളിപ്പെടണം. ഹല്ലേലൂയ. നാം വെളിപ്പെടണം. നാം ആരാണെന്ന് വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ശൂന്യകാരത്തി പറയുന്നൊരു കാര്യമുണ്ട്. ദൂരവേ പോകുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് അവൾ പറയുന്നൊരു കാര്യമുണ്ട്. ആ മനുഷ്യൻ ഒരു പ്രവാചകനാണ്. എങ്ങനെയാണ് അവൾ മനസ്സിലാക്കിയത്? അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ, നാം കർത്താവിൻ്റെ സാക്ഷികളാണ്. യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടത് ആമേ സകല ജനവും കാണുകയാണ്. എലിശലെ മുഴുവൻ കാണത്തക്ക രീതിയിലാണ് അവനെ ക്രൂശി തറച്ചതെങ്കിൽ ആമേ ഒളിച്ചും ആമേ പാത്തും നടക്കുവാനല്ല ഞാനും നിങ്ങളും കർത്താവിൻ്റെ സാക്ഷിയായി വെളിപ്പെടണം, ഉയർത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമേ ലോകം തൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്തിൽ ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മൂന്നാമതായി നമ്മൾ കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 4:1 യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള 40 ദിവസങ്ങൾ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം മരുഭൂമിയിലേക്ക് നടത്തപ്പെടുമ്പോൾ ഞാനൊരു വായിച്ചൊരു വേർഷനിൽ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജീസസ് വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് and controlled by the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനുമായി മരുഭൂമിയിലേക്ക് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, സ്തോത്രം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം നിറവിൽ യാത്ര ചെയ്യുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. നാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ യാത്ര ചെയ്യുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ തേടി ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും അവനൊരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുവാൻ കഴിയുന്ന അഭിഷിക്തന്മാരെ, അഭിഷിക്തവരെ, കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് തേടി നടക്കുകയാണ്. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആത്മനിറവിൽ, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആമേൻ 40 ദിവസം മരുഭൂമിയിൽ പിശാചിൻ്റെ പ്രതികൂലങ്ങളെ നേരിട്ടു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് അതേ അധ്യായം തന്നെ 14:18 നമ്മൾ കടന്നു വരുമ്പോൾ അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വരികയാണ്. അവനെക്കുറിച്ചുള്ള ശ്രുതി ഗലീല മുഴുവൻ പരക്കുകയാണ്. ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനകളാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്, നിങ്ങളിലൂടെ ക്രിസ്തു വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വെളിപ്പെടാൻ പറ്റും? ആത്മാവിൻ്റെ നിറവ് നമ്മുടെ മേലുള്ളപ്പോൾ നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 22:43 ഗസ്തമനയിൽ യേശു ക്രിസ്തു മരണതുല്യമായ വേദന അനുഭവിച്ച് അവൻ ദൈവസന്നിധിയിൽ, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മരണവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, അവനെ സഹായിപ്പാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിനോട് ചേർന്ന് നിന്നു.
ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ, എത്ര പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നെങ്കിലും ഇന്ന് രാത്രി വചനത്തിനൊരു ഉറപ്പ് നമുക്ക് തരുവാനുണ്ട്. ആര് കൂടെയില്ലെങ്കിലും കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആര് കൂടെയില്ലെങ്കിലും അവൻ്റെ ആ സാന്നിധ്യം കൂടെയുണ്ട്. ആരില്ലെന്ന് നിനക്ക് തോന്നിയാലും ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൈവിടപ്പെട്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, ത്യജിക്കപ്പെട്ടു പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടു പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അംഗീകാരം ലഭിച്ചില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിന് പറയുവാൻ ഒരു കാര്യമുണ്ട്. കുഞ്ഞെ, ആര് നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ആര് നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ അംഗീകരിക്കുന്ന ദൈവമാ. ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയാത്ത ദൈവമാ. ആര് നിന്നെ വെടക്കെണ്ണിയാലും ഞാൻ നിന്നെ ശ്രദ്ധമെന്ന ദൈവമാ. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുക. ഈ രാത്രി ചില ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂത് ഞാൻ കൈമാറുകയാണ്. ആമേൻ. നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. നിന്നോട് പറഞ്ഞവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഈ രാത്രിയിൽ ആത്മാവിൽ ഉറപ്പ് പ്രാപിച്ചേ കൈവിടപ്പെട്ടു പോകത്തില്ല. ആമി കൈവിടപ്പെട്ടു പോകത്തില്ല. അവൻ കരം പിടിച്ചുയർത്തുന്ന ദൈവമാ. അവൻ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവമാ. യേശു ക്രൂശിക്കപ്പെട്ടു, യേശു മരിക്കപ്പെട്ടു, യേശു അടക്കപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ഞാൻ പഴയ പണിയിലേക്ക് പോകുകയാണ്. മടങ്ങിപ്പോയ പത്രോസിനെ തേടി അടുത്ത പ്രഭാതത്തിൽ യേശു വന്നു. ഇന്ന് പകൽ പിന്മാറ്റത്തെ അല്ല ദൈവം നോക്കുന്നത്. ആമേൻ. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ അവൻ നിന്റെ പുറകെ വന്ന് നിന്നെ മടക്കി കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്നതിന് ദൈവത്തിന്റെ പൈതലേ, ഇതൊരു മടങ്ങി വരവിന്റെ രാത്രിയാകട്ടെ. കർത്താവിലേക്ക് മടങ്ങി വരുവാൻ, യേശുവിലേക്ക് മടങ്ങി വരുവാൻ, നിന്റെ വിളിയിലേക്ക് മടങ്ങി വരുവാൻ, നിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങി വരുവാൻ, നിന്റെ സമർപ്പണത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ രാത്രി കർത്താവ് ആമേൻ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുമ്പോൾ, അവന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, കർത്താവേ, അടിയനിതാ, എന്നെ മടക്കി കൊണ്ടുവരണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ ഉറപ്പിക്കണമേ, എന്റെ വിളിയിൽ എന്നെ നിലനിർത്തണമേ. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? അവരുടെ മേലൊരു ആത്മസാന്നിധ്യം ഈ രാത്രി ഇറങ്ങുകയാണ്. അദൃശ്യനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അവരുടെ മേൽ ഇറങ്ങുകയാണ്. റമനഘടക ശന്തൽ ഖമനഘടകസിയ. ഇന്ന് രാത്രി ആമേ, നിന്റെ ശാരീരിക ബലഹീനതയാണോ നിനക്ക് വിഷയം? ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നവന്റെ കരം. ഇന്ന് രാത്രി അസമാധാനമാണോ നിന്റെ വിഷയം? ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരുന്നു എന്ന് പറയുന്ന യേശു കർത്താവിന്റെ കരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേ, തിക്തമായി ഒറ്റപ്പെട്ടു പോയെന്നാണ് നിന്റെ വിഷയം. ചേർത്തണയ്ക്കുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി ഈ ആരാധനയുടെ ഈ കൺവെൻഷന്റെ ഒന്നാമത്തെ രാത്രിയിൽ കർത്താവ് തരുന്ന ഉറപ്പാണ്, അവൻ കൂടെയുണ്ട്. അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. യേശുവിൻ്റെ ഉയർപ്പിൽ റോമാലേഖനം 8:11 പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. റോമ സാമ്രാജ്യം വാതുകെട്ടി, അവൻ ഉയർക്കത്തില്ല. പരീക്ഷ സമൂഹം, ന്യായ സമൂഹം വാതുകെട്ടി, അവൻ ഉയർക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ശിഷ്യന്മാരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ വേദനകളും കഷ്ടതകളും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ പലപ്പോഴും അറിയാതെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങ് എന്ന് മടങ്ങി വരും? പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടതയ്ക്കൊരു അവസാനമുണ്ടോ? അങ്ങ് പാണപ്രിയ, നീ എന്ന് മടങ്ങി വരും? ഇന്ന് രാത്രി ആമീൻ അവനെ മരണത്തിൽ നിന്ന് ആമീൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കല്ലറയെ ഭേദിച്ച്, മരണത്തെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ ചേർക്കുവാൻ തക്കവണ്ണം അവൻ വേഗം മടങ്ങി വരാൻ പോകുകയാണ്. നമ്മളതിൻ്റെ കാലൊച്ച കേട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ഏത് സമയവും നമ്മുടെ പ്രാണപ്രിയൻ ആമീൻ വാനമേഘങ്ങളിൽ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അധിക സമയം ഇനി നമ്മുടെ മുമ്പിലില്ല. ഇനിയുള്ള സമയം ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇനി ലഭിക്കുന്ന കുറച്ച് സമയങ്ങൾ
എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഹല്ലേലൂയ. പ്രായം അതിക്രമിച്ചു എന്നുള്ളതല്ല വിഷയം. ഇന്ന് രാത്രി വീണ്ടും ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, യേശുവിനെ അവൻ്റെ നിയോഗത്തിൽ ചലിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വീണ്ടും എൻ്റെ മേലൊന്ന് പകർന്ന് ഇനി ഈ അന്ത്യകാലത്തിലേക്ക് കർത്താവേ ചിലരെ കൂടെ ഒന്ന് നേടുവാൻ, ചിലരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ചിലരെ ഒന്ന് പ്രാർത്ഥനയിൽ താങ്ങി നിർത്തുവാൻ, ചിലരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ, ചിലരെ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ കർത്താവേ എനിക്കൊരു പുതുശക്തി തരണമേ. അന്ന് രാത്രി ആഗ്രഹിക്കുന്നവൾ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. എനിക്കൊരു യഥാസ്ഥാനം ആവശ്യമാണ്. എനിക്കൊരു പുതിയ നിറവ് ആവശ്യമാണ്. എനിക്കെൻ്റെ കർത്താവിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയുള്ള ശിഷ്ടായുസ് എനിക്ക് കർത്താവിന് വേണ്ടി ഓടുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ആഗ്രഹമുള്ള ഒരു നിമിഷം കരങ്ങളെ ഒന്ന് ഉയർത്തിക്കേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമീൻ. സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി എനിക്കൊരു നിയോഗം തരുന്നു. ആമീൻ. മോശയുടെ കരത്തോട് ചേർന്ന് അദൃശ്യമായ ഒരു കരം വന്നു കേട്ടോ. ഇന്ന് രാത്രി നിങ്ങളുടെ ഉയർന്നിരിക്കുന്ന കരത്തോട് ചേർന്ന് അദൃശ്യമായ ഒരു കരം വരും. എനിക്കത് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രിയുടെ ആരംഭത്തിൽ തന്നെ ഈ ഉയർത്തിയ കരങ്ങളെ കർത്താവ് തൊടണമേ. വീണ്ടും ഒരു പുതപ്പ് അവരുടെ മേൽ ഇടണമേ. വീണ്ടും ഒരു ആത്മശക്തി അവരുടെ മേൽ പകരണമേ. വീണ്ടും ഒരു സമർപ്പണത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ. കർത്താവിന് വേണ്ടി അനേകരെ നേടുന്നവരാക്കി അവരെ മാറ്റണമേ. ആമീൻ. ഈ കാലഘട്ടത്തിൻ്റെ അതിശക്തനായി ആമീൻ ശക്തമായി വേല ചെയ്യുന്നവരാക്കി ഈ ഓരോ പ്രിയപ്പെട്ടവരെ മാറ്റേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ പിതാവേ. ഇങ്ങനെ ഒരു അവസരം തന്ന ആമീൻ എല്ലാ പ്രിയപ്പെട്ടവരോടും അതിൻ്റെ അധികാരികളോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.